ദേശീയപാത വികസനമാണ് എപ്പോഴും കേരളത്തിൽ വലിയ വെല്ലുവിളിയായി നിന്ന് ഭൂമി വിട്ടു നൽകുന്നതിൽ സംസ്ഥാന സർക്കാരൊക്കെ എടുത്ത നിലപാടുകളൊക്കെ പലപ്പോഴും വലിയ വെല്ലുവിളിയായി. ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായപ്പോൾ അതിന് അവകാശവാദമൊക്കെ ഉന്നയിച്ച് സംസ്ഥാനത്തെ വിവിധ മന്ത്രിമാരൊക്കെ രംഗത്ത് വരുന്ന ഫ്ലക്സ് വെക്കുന്നതൊക്കെ കാണുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ പദ്ധതി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, കേരളത്തെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റോഡ് മാർഗം പോകുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതിനൊക്കെ പരിഹാരം ദേശീയപാതയ്ക്ക് നിർമ്മാണത്തിലൂടെ കഴിയുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ദേശീയപാത അതിന്റെ അവസാനഘട്ട നിർമ്മാണം പൂർത്തീകരിക്കുന്ന സമയത്ത് ഇതിനുവേണ്ടി അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും അടുത്ത 2024 ഡിസംബറിൽ തന്നെ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കും എന്ന ഒരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് മലയോര മേഖലയുടെ അല്ലെങ്കിൽ മലയോര മേഖലയുടെ അല്ലെങ്കിൽ മലബാറിന്റെ തന്നെ വികസന കുതിപ്പിന്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു ഈ ദേശീയപാത വികസനം എന്ന് പറയുന്നത്. ഇത് 2024 ഡിസംബർ 25 മുന്നേ പൂർത്തിയാക്കുമെന്ന ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. 5 മീറ്റർ വീതം വരുന്ന 2 പാതകളാണ് 27 മീറ്റർ വീതിയിൽ പുതിയ 6 വരി പാതയാക്കുന്നത്. ഇരുഭാഗത്തും 50 സെന്റിമീറ്റർ വീതിയിൽ കോൺക്രീറ്റ് മതിലടക്കം ബൈപ്പാസിന് അതിരിടുന്ന തരത്തിലുള്ള ഒരു ദേശീയപാത നിർമ്മാണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അഴുക്കുചാലിനൊപ്പം 6.75 മീറ്റർ വീതിയിൽ സർവീസ് റോഡും ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ മലബാറുകാരുടെ ചിരകാല സ്വപ്നമാണ് ദേശീയപാതയുടെ പണി പൂർത്തിയാകുന്നതിലൂടെ എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും. തുടക്കം മുതൽ തന്നെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് ഈ ദേശീയപാത വരുന്നതിൽ ഉണ്ടായിരുന്നത്. വികസനം യാഥാർത്ഥ്യമാകുന്നു. ദേശീയപാത വന്നാൽ ജനങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഗുണം. ധാരാളം തരത്തിലുള്ള വികസനങ്ങൾ ഇതുവഴി ഉണ്ടാകുന്നു. പക്ഷേ ദേശീയപാത വികസനത്തിന്റെ പേരിൽ ധാരാളം വെല്ലുവിളികളും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ തന്നെയും മറികടന്നാണ് ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഏകദേശം 2024 ഡിസംബർ 25 തന്നെ ദേശീയപാതയുടെ പണി പൂർത്തിയാകും. എന്തായാലും ദേശീയപാത കേരളത്തിന്റെ മുഖച്ഛായ മാറ്റേണ്ട പദ്ധതി തന്നെയാണ് ദേശീയപാത നിർമ്മാണം. അതിന്റെ പിന്നിൽ പല രാഷ്ട്രീയ പിടിവലികളും ചുരടുവലികളും ഒക്കെ പലതോതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ കണ്ടതാണ് എങ്ങനെയാണ് ഭൂമി വിട്ടു നൽകുക എന്നതിനൊക്കെ എതിരെ CPM നേതൃത്വത്തിൽ നടത്തിയ വലിയ പ്രചരണങ്ങളൊക്കെ. എന്നാൽ ഇപ്പോൾ ഈ പാത പൂർത്തിയായി വലിയ ജനസ്വീകാര്യതയൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പാർട്ടിയുടെ നിലപാട് മാറിയതെന്നതിനൊക്കെ കേരളം ചർച്ചയാകുകയാണ്. നേരത്തെ പല ഫേസ്ബുക്ക് ട്രോളുകളും ഒക്കെ പറയുന്ന പോലെ അവകാശവാദവുമായി ഫ്ലെക്സ് ബോർഡുകളൊക്കെ പലപ്പോഴും ഇനി ദേശീയപാതയുടെ സമീപത്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദിസ്നയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.